ഇന്ന് പൈലറ്റ് ഓൺ വീൽസ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് മെർസിഡീസ് ബെൻസിൻ്റെ ലൈനപ്പിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇന്ന് ആ വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണ്. ദ ന്യൂ ലോങ് വീൽ ബേസ് ഇ ക്ലാസ് അല്ലെങ്കിൽ V214 എന്ന് മെർസിഡീസ് വിളിക്കുന്ന ഇ ക്ലാസിൻ്റെ പുതിയ ലോങ് വീൽ. ലക്ഷറിയുടെ നെക്സ്റ്റ് ലെവലായിട്ടാണ് ഈ ക്ലാസിനെ മെർസിഡീസ് ബെൻസ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അത് ഒരു ഇന്ത്യ സ്പെക് മോഡലായിട്ടാണ് വരുന്നത്. ഒരുപാട് കാത്തിരുന്ന ഒരു സർപ്രൈസ് രീതിയിലാണ് ഈ വാഹനം കൊണ്ടുവന്നത്. സ്പെഷ്യലായിട്ട് എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് വാഹനം ചെയ്യാനുള്ളൊരു അവസരവും മെർസിഡീസ് ബെൻസ് തന്നു. ഈ വാഹനം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ഹാപ്പിനെസ് എൻ്റെ കൂടെ ഉണ്ട്. എന്താണെങ്കിലും ഈ വാഹനത്തെ പറ്റി പറഞ്ഞാൽ നമ്മൾ ഒരു ഇ ക്ലാസിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് പറയേണ്ടി വരും. ഏകദേശം 1946 ഈ ക്ലാസ് ഗ്ലോബലി വന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഏകദേശം 30 വർഷമാണ്. W124 എന്ന് പറയുന്ന ഇപ്പോഴും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള W124ൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡലായിട്ടാണ് ഇപ്പോൾ V214 എന്ന് പറയുന്ന ഈ ലോങ് വീൽ ബേസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 57,000 യൂണിറ്റ്സ് ഇതുവരെ ഇന്ത്യയിൽ വിറ്റിട്ടുണ്ട്. സോ മെർസിഡീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് പോപ്പുലർ മോഡലായിട്ട് തന്നെയാണ് ഈ ക്ലാസ് ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ടിപ്പിക്കൽ മെർസിഡീസ് ബെൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സെയിം ഡിസൈൻ വരുന്നുണ്ട്. വലിയൊരു ഗ്രില്ല്, അതിനകത്ത് 3D റേഡിയേറ്റർ ഗ്രില്ല് വരുന്നുണ്ട്. സെൻട്രലിൽ തന്നെ മെർസിഡീസിൻ്റെ 3-point സ്റ്റാർ നല്ല ഒരു പ്രൗഡ് ഫീലിംഗ് നിൽക്കുന്നുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യുന്ന 2 ബാർ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ പെർഫോമൻസ് LED ലൈറ്റ്സ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലിംഗ് നമ്മൾ മെർസിഡീസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത സ്റ്റൈലിംഗ് തന്നെയാണ്. ബ്യൂട്ടിഫുൾ ഫ്രണ്ട്, ഒരു സംശയമില്ല. ആ ഒരു ഭംഗി, ഈ ക്ലാസിൻ്റെ ഒരു എടുപ്പ് എല്ലാം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴാണ് വ്യത്യാസങ്ങൾ എല്ലാം തന്നെ വരുന്നത്. ഡിസൈൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ സൈഡ് ലുക്സ് പ്രോപ്പർ ഒരു ലക്ഷറി സെഡാൻ തന്നെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 18-inch വീൽസ് വരുന്നുണ്ട്. അതുപോലെ അലോയ് വീൽസ് ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഭംഗിയുള്ള അലോയ് വീൽസ് വരുന്നുണ്ട്. 18-inch വീൽസ് ആണ് വരുന്നത്. 225, 55, R18 ആണ് വീൽസ് വരുന്നത്. ദെൻ ടുവേർഡ്സ് ദ സൈഡ് ഇസ് ഓൾ അബൌട്ട് ദ ലോങ് വീൽ ബേസ് ഇ ക്ലാസ്. റിയർ ഡിസൈൻ കംപ്ലീറ്റ്ലി ബെറ്റർ ആക്കിയിട്ടാണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് പുതിയ ഇ ക്ലാസ്സിലേക്ക് വരുന്നത്. അതിൻ്റെ എൻഡ് ടു എൻഡ് ടെയിൽ ലാമ്പ് കണക്ട് ചെയ്യുന്ന ടെയിൽ ലാമ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ അകത്ത് LED ലൈറ്റ്സ് ഒരു V ഷേപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻസിൽ പറയാം. ഇതിനൊരു V ഷേപ്പ് നമുക്ക് കാണാൻ പറ്റുമോ? എന്താണെങ്കിലും അതിനകത്തൊരു 3-point സ്റ്റാർ ഞാൻ കാണുന്നുണ്ട്. അത് നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. എല്ലാത്തിലും ഒരു 3-point സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു V ഷേപ്പും കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും അതും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണക്റ്റഡ് ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ എക്സോസ്റ്റ് ആണ്, പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു ഡിസൈൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഡിസൈൻ, റിയർ ലുക്സ് വെരി നൈസ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റ് ഉണ്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ളൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഫുൾ സൈസ് അല്ലെങ്കിൽ നമുക്കൊരു സ്പെയർ വീല് തരുന്നുണ്ട്. അതുപോലെ ആ ഒരു സ്പെയർ വീലിൻ്റെ സ്പേസ് പോയാൽ പോലും അത്യാവശ്യം ബാഗ് വെക്കാനുള്ളൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു ടെയിൽ ഗേറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഇൻറ്റീരിയറാണ് ഇപ്പോൾ പുതിയ ലോങ് വീൽ ബേസ് ഈ ക്ലാസ്സിൽ മെർസിഡീസ് നൽകി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫുൾ ലക്ഷറി, ഒരു രീതിയിലും നമുക്കൊരു ലക്ഷറിയുടെ താഴെയാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. ആംബിയൻ ലൈറ്റിംഗ് ഓൾമോസ്റ്റ് 64 ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ മെർസിഡീസിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് വന്നപ്പോൾ ആംബിയൻ ലൈറ്റിംഗ് കംപ്ലീറ്റ്, ഇത് ഫ്രണ്ടിൽ മാത്രം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം മാത്രമാണ് ഒരു നമ്മുടെ ബി പില്ലർ വരെയൊക്കെയാണ് സാധാരണ ആംബിയൻ ലൈറ്റിംഗ് വരാറുള്ളൂ. ഇപ്പോൾ ആംബിയൻ ലൈറ്റിംഗ് കംപ്ലീറ്റ് വാഹനത്തിന് ചുറ്റും ബാക്കിലും എല്ലാം ആ ഒരു ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട്. അത് ഒരു എക്സ്ട്രാ ഒരു സ്പേസും ഒരു എയറിനെസ്സിനും അതുപോലെ ലക്ഷറിക്കും എല്ലാം കാരണമാകും. അതുപോലെ തന്നെയാണ് ഈ സ്ക്രീൻ. ഇതിനകത്ത് ഇപ്പോൾ സൂപ്പർ സ്ക്രീൻ വരുന്നത് MBUXൻ്റെ സൂപ്പർ സ്ക്രീൻ ഈ ഡെബ്യൂ ചെയ്യുന്ന ഈ ക്ലാസ്സിലായിരിക്കും. ഇതിൻ്റെ സൂപ്പർ സ്ക്രീൻ വരുന്നത് സെൻറ്ററിൽ ഒരു 14.4 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാസഞ്ചർ സ്ക്രീൻ 12.3 ഇഞ്ചിൻ്റെ ഒരു പാസഞ്ചർ സ്ക്രീനും ഇവിടുത്തെ ഈ ഒരു സ്ക്രീൻ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സ്ക്രീനും ഏകദേശം 12.3 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും വരുന്നത്. സൂപ്പർ സ്ക്രീനാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് കൺട്രോൾസ് ഉണ്ട്. മ്യൂസിക് സിസ്റ്റം 4D സറൗണ്ട് ബർമിസ്റ്ററിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. അത് സ്പീക്കറിന് വെറുതെ 4D എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ സ്പീക്കർ വന്നിരിക്കുന്നത് എല്ലാം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഹെഡ് റെസ്റ്റിൽ വന്നിട്ടുണ്ട്. ഭയങ്കര ക്ലാരിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ് വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. ഇപ്പോൾ ഒരു ക്യാമറ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വീഡിയോ കോളോ എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. അതിനകത്തൊരു സേഫ്റ്റി ആസ്പെക്റ്റിന് വന്നിട്ടുണ്ട്. നമുക്ക് നോർമൽ കേസിൽ നമ്മുടെ മുഖം അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നമുക്കിതെല്ലാം കാണണമെങ്കിൽ വാഹനം നിർത്തിയിട്ട് പാർക്കിലിട്ടാൽ മാത്രമാണ് പറ്റുള്ളൂ. ഇനി അല്ല, നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കണമെങ്കിൽ സ്ക്രീനിലൊന്നും കാണാൻ പറ്റില്ല. അപ്പുറത്തിരിക്കുന്ന ആൾക്ക് വീഡിയോ കോളിൽ നമ്മളെ കാണാൻ പറ്റും. സോ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റില്ല ഇഫ് യു ആർ ഓൺ ദ റോഡ് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ. ബട്ട് ഇഫ് യു ആർ പാർക്ഡ്
നമുക്ക് കംപ്ലീറ്റ് ഒരു ഓഫീസ് സ്ട്രക്ചറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ കോളും എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമറ വന്നിരിക്കുന്നത്. വൈഡ് സ്ക്രീനുള്ള അല്ലെങ്കിൽ വൈഡ് ക്യാമറയാണ് വന്നിരിക്കുന്നത്. സോ പാസഞ്ചർ സീറ്റിലിരിക്കുന്ന ആളെയും ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളെയും നമുക്ക് ഒരുമിച്ച് ഈ ക്യാമറയിൽ കാണാൻ പറ്റും. ഞാൻ ആദ്യമേ ഈ ക്ലാസ് അല്ലെങ്കിൽ 213 ഇറങ്ങിയ സമയത്ത് ഞാൻ ബാക്ക് സീറ്റിലിരുന്ന് ട്രാവൽ ചെയ്ത സമയത്ത് എന്നെ ഭയങ്കരമായിട്ടങ്ങൊരു സ്പോയിൽ ചെയ്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ സുഖിപ്പിച്ചൊരു കാര്യമുണ്ട്. അതിൻ്റെ ബാക്കിലെ ഹെഡ് റെസ്റ്റിലെ കുഷനിങ് ആയിരുന്നു. അത് ബാക്ക് സീറ്റിലാണ് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫ്രണ്ടിലെ സീറ്റിലും ഈ ഒരു കുഷനിങ് ഭയങ്കര സുഖമാണ്. ഈ ഒരു ഹെഡ് റെസ്റ്റിലെ ഈ കുഷനിങ് മെർസിഡീസ് അത് വലിയൊരു കാര്യം ആയിട്ടല്ല പറയുന്നതെങ്കിൽ പോലും ഈ ഒരു കുഷനിങ് നമ്മുടെ കംഫർട്ടിനെ, നമ്മുടെ സീറ്റിങ്ങിനെ ഭയങ്കര സുഖമാക്കും. സോ അത് ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് സീറ്റിലും പുതിയ ഈ ക്ലാസ് ലോങ് വീൽ ബേസിൽ കിട്ടുന്നുണ്ട്. ബാക്ക് സീറ്റിൽ ഉണ്ട്, ഫ്രണ്ടിലും ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് ആപ്സ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ റുട്ടീൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി AI ത്രൂ അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളത് റുട്ടീനായിട്ട് തന്നെ കാറ് തന്നെ ഡിറ്റക്ട് ചെയ്ത് നമ്മൾ തന്നെത്താൻ ചെയ്യാതെ അത് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഇപ്പോൾ ഇതിൻ്റെ MBUXൽ വരുന്നുണ്ട്. ഇതിൻ്റെ AI റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കംഫർട്ടാണ്, സീറ്റിൻ്റെ കംഫർട്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ കുഷനിങ് കൂടാതെ നമുക്കിപ്പോൾ തൈ സപ്പോർട്ട് കൂട്ടാൻ പറ്റും. ഏകദേശം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തൈ സപ്പോർട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. സോ ഇൻ കേസ് നമുക്ക് കുറച്ച് തൈ സപ്പോർട്ട് വേണമെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ നമുക്കിപ്പോൾ തൈ സപ്പോർട്ട് കൂട്ടാൻ പറ്റും. അതുപോലെ റിയർ സീറ്റിലും തൈ സപ്പോർട്ട് കൂട്ടാൻ പറ്റും. നമുക്ക് റിയർ സീറ്റ് ഡെഫിനറ്റ്ലി നമ്മൾ പോയി നോക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസും ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സും ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡ്രൈവിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കയറിയിട്ടില്ല, കാരണം ഇതിൻ്റെ ഡ്രൈവ് ഉടനെ തന്നെ ഉണ്ടാവും. സോ ഐ എം ജസ്റ്റ് ഷോയിങ് യു വാട്ട് ആർ ദ ഫീച്ചേഴ്സ്, എന്താണ് ലക്ഷറി ഇതിനകത്ത് വന്നിരിക്കുന്നത് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നത്, ഫ്രണ്ടിൽ വരുന്നത്, ബാക്ക് സീറ്റ് നോക്കാം. അമേസിങ് കേട്ടോ, കാണണം. ഈ ക്ലാസിൻ്റെ ലക്ഷറിയസ് ബാക്ക് സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഈ ഒരു പൊസിഷൻ അല്ല ഇതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷറി പൊസിഷൻ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ സീറ്റ് ബാക്കിലേക്ക് റിക്ലൈൻ ചെയ്യാം. ഏകദേശം 36 ഡിഗ്രി നമുക്ക് റിക്ലൈൻ ചെയ്തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേണമെങ്കിൽ ഫ്രണ്ടിൽ ആളില്ലെങ്കിൽ ഈ കംപ്ലീറ്റ് സീറ്റ് ഫ്രണ്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫുൾ സ്ട്രെച്ച് ചെയ്ത് നമുക്ക് ഇരിക്കാൻ വേണമെങ്കിൽ, ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സോഫ്റ്റ് കുഷൻ ഹെഡ് റെസ്റ്റിൽ കൊടുത്തിട്ട് ഹെഡ് റെസ്റ്റിൻ്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും നമുക്ക് തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാം. തൈ സപ്പോർട്ട് കുറയുന്നതും കൂടുന്നതും. യെസ്, ഇതാണ്. ഇത്രയും നമുക്ക് തൈ സപ്പോർട്ട് കൂട്ടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന 4 സോൺ എയർ കണ്ടീഷനിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഓരോ സീറ്റിലിരിക്കുന്ന ആളുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഫുൾ സൺറൂഫ് കിട്ടുന്നുണ്ട്. സൺറൂഫിൻ്റെ എല്ലാം കൺട്രോൾസ് ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ സൺ ബ്ലൈൻഡ്സ് നമുക്ക് 2 വിൻഡോയിലെയും സൺ ബ്ലൈൻഡ്സ് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ സൈഡിലെ സൺ ബ്ലൈൻഡ്സും നമുക്ക് ഇവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വിൻഡോ, അതിനോടൊപ്പം നമുക്ക് സൺ ബ്ലൈൻഡ്സും നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. ഇത് കൂടാതെ ബാക്കിലെ സൺ ബ്ലൈൻഡ്സും നമുക്ക് ഇവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു സൺറൂഫിൻ്റെ കവറും നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. ഈ ഒരു നമ്മൾ പറഞ്ഞ പോലെ മേബാക്കിൻ്റെ സ്റ്റൈലിലുള്ള ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് സൺ ബ്ലൈൻഡ്സ് വെച്ച് കവർ ചെയ്യാം. പക്ഷേ അത് ഓട്ടോമാറ്റിക് അല്ല, അത് നമുക്ക് മാനുവലി നമുക്ക് ഈ ഒരു ക്ലിപ്പിലൂടെ നമുക്ക് ചെയ്യേണ്ടി വരും. അതും കൂടെ വേണമെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ആക്കാമായിരുന്നു എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇത്രയൊക്കെ കിട്ടി. പക്ഷേ അൾട്ടിമേറ്റ് ലക്ഷറി എന്ന് തന്നെ പറയണം പുതിയ ലോങ് വീൽ ബേസ് ഈ ക്ലാസിൻ്റെ ആ ഒരു റിയർ സീറ്റ്. ഞാൻ പറഞ്ഞ പോലെ ആംബിയൻ ലൈറ്റിംഗ് ചുറ്റും വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ലക്ഷറീസ് ആയിട്ട് ആണ് ഇപ്പോൾ പുതിയ ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ലോങ് വീൽ ബേസിൽ. ബാക്ക് സീറ്റിലെ ലക്ഷറി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷോഫർ മോഡ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വിളിക്കുന്ന ബോസ് മോഡ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഷോഫർ മോഡ് എന്നാണ് മെർസിഡീസ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് ഇടാൻ പറ്റും. നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ലെഗ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കാൻ പാകത്തിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ഗുഡ് സ്പേസ്. അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ഈ ഒരു റിക്ലൈനിങ്, നമ്മുടെ ഇരിക്കുന്ന സീറ്റിൻ്റെ റിക്ലൈനിങ്ങിന് വേണ്ടിയിട്ടും ഈ ഒരു സ്വിച്ച് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ക്ലാസിൻ്റെ ലോങ് വീൽ ബേസിൽ 2 എഞ്ചിൻ ഓപ്ഷൻ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒരു പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനും. നമുക്ക് ഡീസൽ എഞ്ചിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ 220D എന്നുള്ളതാണ് ഈ ഡീസൽ എഞ്ചിൻ വരുന്നത്. അതിൻ്റെ പവർ വരുന്നത് ഏകദേശം 216 HP പവറാണ്. അതായത് 194ഉം 22 HP പവർ. 22 HP പവർ ലഭിക്കുന്നത് IGSൻ്റെ പവർ ട്രെയിനും കൂടെ കൂടിയിട്ടാണ്. സോ ഓവറോൾ അല്ലെങ്കിൽ ടോട്ടൽ 216 HP പവറാണ് ഡീസൽ എഞ്ചിൻ നൽകുന്നത്. പെട്രോൾ എഞ്ചിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ 200 എന്നുള്ള പെട്രോൾ എഞ്ചിനാണ് വരുന്നത്.
അതിൻ്റെ പവർ ഡീസൽ എഞ്ചിനേക്കാൾ കൂടുതലാണ് വരുന്നത്. പെട്രോൾ എഞ്ചിൻ്റെ പവർ വരുന്ന 201 22 HP പവറും, അതായത് IGSൻ്റെ സഹായത്തോടെ ആ ഒരു 22 HP പവറും കൂടെ കൂടി വരുമ്പോൾ ഏകദേശം 223 HP പവർ ഓൾ ടുഗെദർ പെട്രോൾ എഞ്ചിന് ലഭിക്കുന്നുണ്ട്. രണ്ട് എഞ്ചിനും വളരെ പവർഫുൾ ആണ്. പെട്രോൾ എഞ്ചിന് ഏകദേശം 525 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉണ്ട്. ഡീസൽ എഞ്ചിനിലേക്ക് വരുമ്പോൾ 645 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ലഭിക്കുന്നുണ്ട്. സോ രണ്ട് എഞ്ചിനും സൂപ്പർബ് എഞ്ചിൻസ് ആണ്. ഈ ഒരു എഞ്ചിൻ്റെ ഒപ്പം ഡ്രൈവിന് ഡെഫിനറ്റ്ലി ഭയങ്കര രസമായിരിക്കും ഡ്രൈവിംഗ്. ലക്ഷറിയുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞ പോലെ സൂപ്പർ ലക്ഷറീസ് ആണ് പുതിയ ഈ ക്ലാസ്സിൻ്റെ ലോങ് വീൽ ബേസ്. പക്ഷേ ഇതിൻ്റെ ഡ്രൈവ് ഉടനെ തന്നെ ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഡ്രൈവ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡ്രൈവ് റിവ്യൂയോടൊപ്പം ഈ ഒരു ലക്ഷറിയും കൂടെ നിങ്ങളിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതായിരിക്കും.